വെൽക്കം ബാക്ക് ടു സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ. പുരാവസ്തു ശേഖരവും അതിനോടുള്ള താല്പര്യവും അത്ര പുതുമയുള്ള കാര്യമല്ല. എന്നാൽ താമസിക്കുന്ന വീട് തന്നെ പുരാവസ്തുക്കൾക്കായി പകുത്തു നൽകുകയാണ് ഒരു പ്രവാസി മലയാളി. കുവൈത്തിൽ ജീവിക്കുന്ന ജോസഫ് പണിക്കരുടെ വ്യത്യസ്തമായ ആ ജീവിതത്തിലേക്ക്. പുരാവസ്തു ശേഖരം പലർക്കും ഒരു ഹോബിയാണ്. സ്വീകരണമുറി അലങ്കരിക്കാനായി മാത്രം പുരാവസ്തു ശേഖരം നടത്തുന്നവരുമുണ്ട്. ആന്റിക് പാത്രങ്ങളും ഗ്രാമഫോണുമൊക്കെ ആഡംബര വസ്തുക്കളായി പല വീടുകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ ഈടുവെപ്പുകളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു മലയാളിയുണ്ട് കുവൈറ്റിൽ, ജോസഫ് പണിക്കർ. മൂന്ന് പതിറ്റാണ്ടുകളായി കുവൈറ്റിൽ പ്രവാസിയായി കഴിയുന്ന ജോസഫ് പണിക്കർ പത്തനംതിട്ട ജില്ലയിലെ പുറമറ്റം സ്വദേശിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ഇദ്ദേഹവും ഭാര്യ ലൈലയും മാത്രമാണ് റിഗയിലെ ഈ ഫ്ളാറ്റിൽ ഇപ്പോൾ താമസിക്കുന്നത്. അടുക്കി ഒതുക്കി വെച്ചാൽ ഒരു മ്യൂസിയത്തിൽ ഒതുക്കാവുന്നതിലേറെ ചരിത്ര ശേഷിപ്പുകളാണ് കട്ടിലിനടിയിലും തട്ടിൻപുറത്തുമായി ജോസഫ് പണിക്കർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ചവ, പല കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നവ, ഒന്നും വർഗീകരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാതെ സ്വകാര്യ അഹങ്കാരമായി കാത്തുവെക്കുകയാണ് ഈ 62-കാരൻ. ഡിജിറ്റൽ സൗണ്ട് ട്രാക്കുകളെ മാത്രം കേട്ട് ശീലിച്ചവർക്ക് ഗ്രാമഫോൺ റെക്കോർഡിൽ നിന്നുയരുന്ന ഈ ഗാനം ഒരുപക്ഷെ ആസ്വാദികരമായിരിക്കില്ല. അലങ്കാരം എന്നതിനും അപ്പുറം പാട്ട് കേൾക്കുക എന്ന ഉപയോഗത്തിനു വേണ്ടി ഗ്രാമഫോൺ വീട്ടിൽ സൂക്ഷിക്കുന്നവരും ഇക്കാലത്ത് വളരെ കുറവായിരിക്കും. എന്നാൽ ജോസഫ് പണിക്കർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. ഗ്രാമഫോൺ റെക്കോർഡ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നൊരു ഒരു വസ്തു. അതിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല, വെറുതെ മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ അതിനെ വൈൻഡ് ചെയ്ത് കഴിയുമ്പം, അത് അൺറോൾ ചെയ്ത് കഴിയുമ്പോൾ ആ റെക്കോർഡ് അതിൻ്റെ പർട്ടിക്കുലർ സ്പീഡിൽ അതിനൊരു ഗവർണറുണ്ട്, അതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും. ഗ്രാമഫോൺ മാത്രമല്ല, ശബ്ദവീചികളിലൂടെ ചരിത്രത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന നിരവധി കൗതുക വസ്തുക്കൾ ഇദ്ദേഹം പരിചയപ്പെടുത്തി. വിവിധ ജനതയുടെയും വ്യത്യസ്ത തലമുറകളുടെയും ശാസ്ത്രബോധവും സാങ്കേതിക ജ്ഞാനവും എത്രമാത്രം മികച്ചതായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ ഓരോ ഉപകരണങ്ങളുടെയും പ്രവർത്തനവും ധർമ്മവും അദ്ദേഹം വിവരിച്ചു. സ്കൂൾ ശാസ്ത്രമേളയിൽ ഡെമോൺസ്ട്രേറ്ററായി എത്തിയ വിദ്യാർത്ഥിയുടെ ആവേശമായിരുന്നു തന്റെ ശേഖരത്തിലുള്ള ഓരോ വസ്തുവിനെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ ആ കണ്ണുകളിൽ. കുതിരയ്ക്ക് കിട്ടുന്ന മണിയാണിത്. കുതിര ഓടുന്ന സമയത്ത് വളരെ സ്പീഡിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഉരുളിയുടെ മാതൃകയിലുള്ള ഈ പാത്രം വ്യത്യസ്ത ലോഹക്കൂട്ടുകൾ ചേർത്ത് നിർമ്മിച്ചവയാണ്. വശങ്ങളിലൂടെ മരക്കോൽ വൃത്താകൃതിയിൽ കറക്കുമ്പോൾ ഉരുളി ഒരു പ്രത്യേക നാദം പുറപ്പെടുവിക്കുന്നു. ഓങ്കാര സമാനമായ ആ ശബ്ദത്തിന് ഓരോ തവണ മരക്കോൽ കറക്കുമ്പോഴും ആവൃത്തി കൂടിക്കൂടി വരും. വ്യത്യസ്ത കാലങ്ങളിൽ ഉപയോഗിച്ചു പോന്നിരുന്ന വാദ്യോപകരണങ്ങൾ, അവയോരോന്നിലും ഓരോ ധർമ്മം നിർവഹിക്കാനുണ്ടായിരുന്നു. പഴയ തലമുറയുടെ അനുഭവജ്ഞാനത്തിനു മുന്നിൽ നാം ഒക്കെ എത്രയോ ചെറുതാണെന്ന് വിളിച്ചു പറയുന്നവയായിരുന്നു അവ ഓരോന്നും. ഒട്ടകങ്ങളുടെ കഴുത്തിൽ കെട്ടുന്ന ഒറ്റത്തടിയിൽ തീർത്ത മണി, മൗത്ത് ഓർഗണിന്റെ വിവിധ വകഭേദങ്ങൾ, യഥാർത്ഥ തവളയുടേതിന് സമാനമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന മരത്തവള, മഴയുടെ ശബ്ദമുണ്ടാക്കുന്ന മുളന്തണ്ട്, വായുവിൽ കറക്കിയാൽ സംഗീതം പൊഴിക്കുന്ന പിരിയൻ പൈപ്പ്, ഇങ്ങനെ നീളുന്നു ഇവിടെയുള്ള നാദകൗതുകങ്ങൾ. ഭൂതകാലത്തിന്റെ ഈടുവെപ്പുകൾ വാദ്യോപകരണങ്ങളിൽ ഒതുങ്ങുന്നില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 4 താഴുള്ള പൂട്ട്, പണ്ടുകാലത്ത് അറബി വീടുകളിൽ മോര് കടയാൻ ഉപയോഗിച്ചിരുന്ന പാത്രം, വിവിധ തരം തുലാസുകൾ, മാപിനികൾ, ആദ്യകാല ക്യാമറകൾ, പ്രൊജക്ടർ, ഹോം തിയേറ്റർ, റെയിൽവേ സിഗ്നൽ വിളക്ക്, ചെറുതും വലുതുമായ ഈടുവെപ്പുകളുടെ നിര അവസാനിക്കുന്നില്ല. പുറമറ്റം
പുറമറ്റത്തെ പുരാതനമായ കുടുംബാംഗമാണ് ജോസഫ്. ഇടപ്പള്ളി തമ്പ്രാന്മാരുടെ കാര്യസ്ഥരായിരുന്ന കുടുംബത്തിന് രാജാവ് നൽകിയ സ്ഥാനപ്പേരാണ് പണിക്കർ എന്നത്. 1983 മുതൽ കുവൈറ്റിലെ സ്വകാര്യ കമ്പനിയിൽ കൺസൾട്ടന്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജോസഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് കുവൈറ്റ് ചാപ്റ്ററിന്റെ മുൻ ചെയർമാനും നിലവിൽ എക്സ് ഒഫീഷ്യ ചെയർമാനുമാണ്. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഭരണസമിതി അംഗമാണ്. നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹത്തിന് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള 2011 ഭാരത് ഗൗരവ് പുരസ്കാരം ലഭിച്ചിരുന്നു. കുവൈറ്റ് മലയാളികൾക്കിടയിലെ സാംസ്കാരിക സദസ്സുകൾക്കും എഞ്ചിനീയർ ജോസഫ് പരിചിതനാണ്. അയിരൂർ കുടുംബാംഗം ലൈലയാണ് നല്ല പാതി. മക്കളായ മെറിയാനും ആൻഡ്രുവും നാട്ടിലാണ്. പുരാവസ്തുക്കളോടുള്ള സ്നേഹം കുട്ടിക്കാലം മുതലേ ഒപ്പമുണ്ടായിരുന്നതായി ജോസഫ് പറയുന്നു. സഞ്ചാരപ്രിയൻ കൂടിയായ പണിക്കർ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. യാത്രകളിൽ പലയിടങ്ങളിൽ നിന്നായി കിട്ടിയ ചരിത്രശേഷിപ്പുകളാണ് വീട്ടിൽ സ്വരുക്കൂട്ടിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ കൊണ്ട് ശേഖരിച്ച ഈടുവെപ്പുകളെ നാട്ടിലേക്ക് അയക്കണം എന്ന ചിന്തയിലാണ് ഇപ്പോൾ. നാട്ടിൽ വീടിനോട് ചേർന്ന് ഒരു കൊച്ചു മ്യൂസിയം പണിയണം എന്ന ആഗ്രഹവും അദ്ദേഹം മറച്ചുവെച്ചില്ല. ശേഖരത്തിലെ ഓരോ വസ്തുവിലും വിവിധ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ശാസ്ത്ര അവബോധം ദർശിക്കാൻ കഴിയുന്നു എന്നതാണ് സാധാരണ ആന്റിക് കളക്ടർമാരിൽ നിന്നും ജോസഫ് പണിക്കരെ വ്യത്യസ്തനാക്കുന്നത്. പോയ വാരം ഷാർജയിൽ സമാപിച്ച ചൈനീസ് ഫെസ്റ്റിവലിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലി പകർത്തുന്നത്. പിന്നിട്ട 150 എപ്പിസോഡുകൾ. ഈ യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ വിമർശനങ്ങൾ, വിലയിരുത്തൽ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. ഗൾഫിലുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ടെലിഫോണിൽ വിവരമറിയിക്കുക. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.